ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഞാനൊന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു സവോള കൊത്തി അരിഞ്ഞതും ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്, ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു തക്കാളി ചോപ്പ് ചെയ്ത് കൂടിയിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവോള തക്കാളിയും കൂടിയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് ആവി കയറിയിട്ട് വരുമ്പോഴേക്കും ഇതൊന്ന് പെട്ടെന്നൊന്ന് സ്പൈസി ആയിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പം ഞാനിതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിന്, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കൻസായിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിള വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് നടുകെ കീറിയതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ട്, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ, ഞാൻ നിങ്ങൾക്ക് കാണിക്കാറില്ല, അത്ര ചെറിയ ഒരു വലിപ്പത്തിൽ പുളി, നമ്മുടെ വാളം പുളി എടുത്തിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസോളം വെള്ളമുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ നാടൻ കുരുമുളക് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് എടുത്തത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. അതൊരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഗ്രേവി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് തിള വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 മുറി തേങ്ങയാണ് തേങ്ങ മാത്രം എടുത്ത് അരച്ച് പേസ്റ്റാക്കി നല്ല ഫൈനാക്കി അരച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിള വരണോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ കോഴിമുട്ട ഉടച്ച് ഒഴിക്കാം. അപ്പോൾ തിളയൊക്കെ നന്നായിട്ട് നാളികേരം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കോഴിമുട്ടയാണ് ഉടച്ചൊഴിക്കുന്നത്. അപ്പോൾ കോഴിമുട്ട ഞാനിതിലേക്ക് ഒരു 4 കോഴിമുട്ടയാണ് ഉടച്ചൊഴിക്കുന്നത് കേട്ടോ. 4 കോഴിമുട്ട ഞാൻ ഉടച്ചൊഴിച്ചു. അപ്പോൾ ഇതൊന്നും നമുക്ക് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്കാണ് ഞാൻ ഉടച്ചൊഴിച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കൻസായിട്ട് മുട്ട വേവണതിനനുസരിച്ച് തിക്കൻസായിട്ട് വന്നിരിക്കുന്നു. കണ്ടില്ലേ, നല്ലൊരു ഗ്രേവി ആയിട്ടാണ് ഇതായി വന്നിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അപ്പം ശരിക്കും ഇതിപ്പോൾ നമ്മൾ കുത്തിപ്പൊരി ഡ്രൈ ആയിട്ട് എടുക്കണു. ഇതും ഞാൻ ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കുത്തിപ്പൊരിച്ച പോലെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലത്തെ ഉപ്പും കാര്യങ്ങളും ഒക്കെ മസാലയൊക്കെ നമുക്ക് വേണമെച്ചെങ്കിൽ ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതലും മസാല ആയാൽ അത് എന്താ പറയുക, കുത്ത് വരും. അപ്പോൾ പ്രത്യേകിച്ച് ഗരം മസാലയൊക്കെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കണതായ കാരണം കുറച്ചേ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രേവി നോക്കി നോക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കട്ടിയുള്ള, ഒരുപാട് ചാറാക്കാൻ പാടില്ല. ഇതേപോലെ കട്ടിയായിട്ട് നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഊണിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ മുട്ട ഉടച്ചൊഴിച്ച് നാളികേരം അരച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു.